ഹലോ ഫ്രണ്ട്സ്, ലക്ഷദ്വീപ് അതിസുന്ദരമാണ്, അതിമനോഹരമാണ്. ഞാനിപ്പോൾ ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപിലാണ്. ലക്ഷദ്വീപ് നിങ്ങൾക്കറിയാലോ, 10 ദ്വീപുകളാണ് ലക്ഷദ്വീപിൻ്റെ ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ദ്വീപായ ആന്ത്രോത്ത് ദ്വീപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, പിന്നെ ഞങ്ങൾ 4 ഫാമിലി ആയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വെസലിൽ ആന്ത്രോത്ത് ദ്വീപിലിറങ്ങി. ഇനി കവരത്തി പോകാനുണ്ട്, പിന്നെ അഗത്തി പോകാനുണ്ട്. അപ്പോൾ അവിടത്തേക്ക് വിശേഷങ്ങൾ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ അടിപൊളി വിശേഷങ്ങളാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. എങ്ങനെയുണ്ട്? ഉപ്പിന് നല്ല ഉപ്പുണ്ടോ? അപ്പോൾ അടുത്തത് ഷെറിൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ ബംഗാരദ്വീപ്, ഒരു സൈഡിൽ സാൻഡ് ബാങ്ക്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷദ്വീപ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ലക്ഷദ്വീപ് വാർഫ് എന്നുള്ള ആ ഒരു ഇതുണ്ട്, വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് കണ്ടില്ലേ, ആൾക്കാർ നമ്മുടെ എയർപോർട്ടിൽ ട്രോളിയിൽ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട്, ഇത് സ്കാനിങ് സെൻറ്ററാണ്. ഇത് ഇവിടെ നിന്ന് നമ്മുടെ ലഗേജൊക്കെ സ്കാൻ ചെയ്യും ഇവർ. എന്നിട്ട് നമുക്ക് അതിന് ശേഷമാണ് നമ്മൾ വെസലിലോ അല്ലെങ്കിൽ ഷിപ്പിലോ നമ്മൾ ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വെസലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വെസലിലോട്ട് പോകുന്ന പാതയാണ്. അപ്പോൾ ഷിപ്പുകളൊക്കെ പല പല സൈഡിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെസൽ. ഇത് 130 പേര് കയറുന്ന വെസൽ എന്നാണ് പറഞ്ഞത്. നമ്മൾ വെസലിനകത്തോട്ട് കയറാൻ പോവുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് കൊച്ചി വാർഫിലാണ്. ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് കണ്ടില്ലേ, അപ്പുറത്ത് കാണുന്നത് കൊച്ചി, ഇതും വൈപ്പിനും കൊച്ചിയൊക്കെയാണ് ആ കാണുന്നത്. ഇത് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വല്ലാർപാട് ടെർമിനൽ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെസൽ. നമ്മൾ വെസലിലോട്ട് കയറാൻ പോണാണ്. ആദ്യം ലഗേജ് റൂമിൽ ലഗേജ് കയറണം. വലിയ പാണി, അതാണ് വെസലിൻ്റെ പേര്.
ആന്ത്രോത്ത് ദ്വീപിലാണ് കേട്ടോ നമ്മുടെ വെസലെത്തിയിരിക്കുന്നത്. നമ്മുടെ സാധനങ്ങളൊക്കെ ലഗേജൊക്കെ തിരിച്ചിറക്കി. അപ്പോൾ ആന്ത്രോത്ത് ദ്വീപിലെത്തി, നമ്മൾ ലക്ഷദ്വീപിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ഇത് നമ്മൾ ആന്ത്രോത്ത് ദ്വീപിൽ തന്നെ ഉണ്ടോ വെസൽ വന്ന സ്ഥലത്തുള്ള കാഴ്ചകളാണ്. അപ്പോൾ ആന്ത്രോത്ത് ദ്വീപിൽ ഇത് കണ്ടില്ലേ, ഇത് ഇവിടുത്തെ ബീച്ചാണ്. എന്തോ മൂല ബീച്ച് എന്നങ്ങാണ്ടാ പേര് പറഞ്ഞത്. ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ബീച്ച്, ഇങ്ങനെ റോഡ് ബീച്ച് സൈഡാണ്, സൈഡിൽ കംപ്ലീറ്റ് ബീച്ചാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇവിടെ ബീച്ച് ഫുട്ബോൾ നടക്കുന്നുണ്ട്, രാത്രി സമയത്തൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് എനിക്കാണ് ഇപ്പോൾ കൂടുതലും ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മാച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ. പത്ത് മണി കഴിഞ്ഞിട്ടും ഇവിടെ പറഞ്ഞില്ലേ ബീച്ച് ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് മൂല ബീച്ച് എന്ന് പറയുന്ന ആന്ത്രോത്തിൻ്റെ ഭാഗം. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല രസമാണ്. ഇവിടെ സൈഡിലൊക്കെ തെങ്ങാണ്. ഈ തണലത്തിരുന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ബെഞ്ച് പോലെയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ ഈ കടലിൻ്റെ ഈ ഒരു സൗന്ദര്യമൊക്കെ നല്ല ഭംഗിയായിട്ട് ആസ്വദിക്കാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് വെയിലുണ്ട്, എന്നാലും നമുക്ക് തണലത്തൊക്കെ ഇരിക്കാം. ഇത് ആന്ത്രോത്ത് ദ്വീപിലെ ലൈറ്റ് ഹൗസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ മൂല ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഇത് കണ്ടില്ലേ, നമുക്ക് മേളിൽ ഈ ലൈറ്റ് ഹൗസിൽ പ്രവേശനം ഉണ്ടെന്നാണ് പറഞ്ഞത് പൊതുജനങ്ങൾക്ക്. അപ്പോൾ ചോദിച്ചപ്പോൾ 5 മണി മുതൽ 6 മണി വരെ ടൈമിലാണ് പ്രവേശനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ദ്വീപിൽ വന്നാൽ കാണാവുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് ഇവിടെ. ഇവിടുത്തെ സുലഭമായി കിട്ടുന്ന സാധനമുള്ള തേങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആന്ത്രോത്ത് ദ്വീപിലെ കോയക്ക തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഒരു വരുമാനമാണ് തേങ്ങ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ ഒരു സാധനമാണ് തേങ്ങ എന്ന് പറയണത്. ഇവിടെ നിന്ന് 10-15 രൂപക്കെന്നുള്ളതിൽ കൊടുക്കും. ഇത് ഇവിടെ നിന്ന് കോഴിക്കോടും മംഗലാപുരം ഒക്കെ ഇവിടെ നിന്ന് കയറിപ്പോവും, കൊച്ചിയിലോട്ടൊക്കെ. ഇവിടുത്തെ മെയിൻ വാഹനം ഓട്ടോറിക്ഷ ഉണ്ടോ ഇവിടെ. എൻ്റെ വീട് കല്ലൂരാണ്, ഞാൻ ദേശാഭിമാനിയാണ്. അവിടെ വരുന്നുണ്ടല്ലോ, അവിടെ ദീപാരം ഇപ്പോൾ ഫുള്ള് ദീപാരാണല്ലോ അവിടെ. എൻ്റെ പേര് സജാദെന്നാണ്. മണവാട്ടിപ്പറമ്പെന്ന് പറഞ്ഞൊരു മണപ്പാട്ടിപ്പുറം. അവിടെ ഒരു LICയുടെ ഓഫീസുണ്ട്. LICയുടെ ഓഫീസുണ്ട്. ഞാൻ LIC ഏജന്റ്. അതെ, അവിടുത്തെ ഓഫീസിലെ ഏജന്റ്. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ആണല്ലേ. നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിൽ ഇതുവരെ മീൻ വിൽക്കുന്നുണ്ട്. നല്ല ഫ്രഷ് മീനാണ്, വള്ളക്കാർ പിടിച്ചുകൊണ്ടുവന്ന് തന്നെയായിരുന്ന മീനാണ്. ഇത് കണ്ടില്ല, ഇത് ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കണത് ഇത് ഫ്രഷ് മീൻ, ഇത് കോലാൻ, ഇത് വള്ളക്കാർ ഇപ്പം കൊണ്ടുവന്ന് വെച്ചേക്കണതാണ്. പിന്നെ ഉള്ളത് അപ്പുറത്ത് അമൂർ എന്ന് പറഞ്ഞ മീനുണ്ട്, പിന്നെ വറ്റയുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കണ്ടില്ല പെട്രോൾ പമ്പ്. ഇതിൽ 4 മാസം മുമ്പാണ് പെട്രോൾ പമ്പ് വന്നതെന്ന്. അപ്പോൾ അതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ്.